ഹായ് ഓൾ, ട്രാവൽ നോട്ട്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ജിതിൻ. ഇന്നത്തെ വീഡിയോ ഞങ്ങളുടെ ഒരു ട്രാവൽ വീഡിയോ ആയിരിക്കും. വേറെ ഒന്നുമല്ല, നാട്ടിലേക്ക് പോവാണ്. ഇതൊരു പ്ലാൻഡ് ആയിട്ടുള്ളൊരു ട്രിപ്പല്ല, ഞങ്ങൾ പ്ലാൻ ചെയ്തതൊന്നുമല്ല. പോകണമെന്നുണ്ടായിരുന്നു, കുറേ ആയി നാട്ടിലേക്ക് പോയിട്ട്. അപ്പോൾ പോകണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഇന്ന് ഈ ഡേറ്റിൽ പോകണമെന്നില്ല. ഇന്നലെ ഡിസൈഡ് ചെയ്തതാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി ഡ്രൈവ് ചെയ്താണ്, വണ്ടിയിലാണ് നാട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ ഇന്നത്തെ ഈ ഒരു ഡ്രൈവും കാഴ്ചകളും ഒക്കെ ആയിരിക്കും നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ സ്റ്റേ ട്യൂൺ. ഇപ്പോൾ സമയം ഏകദേശം ഒരു 5:30 ആയിട്ടുണ്ട് സമയം. നമ്മളിപ്പോൾ ഇറങ്ങാനായിട്ട് പോവാം. എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്തായിരുന്നു. പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ചു, ഫാസ്ടാഗ് റീചാർജ് ചെയ്തു. അതുപോലെ തന്നെ വണ്ടിയുടെ ടയേഴ്സ് തീരാറായിരുന്നു, അതുകൊണ്ട് ടയേഴ്സ് മാറി. ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ ചെയ്തു. ഇപ്പോൾ യാത്രയ്ക്ക് വേണ്ടി റെഡിയായി. 5:45 സമയം. ഞങ്ങൾ തിരിക്കാനായിട്ട് തുടങ്ങുവാണ്. അതെ, ഞങ്ങൾ 3:30-4 മണിയായപ്പോൾ എണ്ണീറ്റതാണ്. കിടന്നപ്പോൾ ഒത്തിരി ലേറ്റ് ആയിരുന്നു. രാവിലെ പോകണമെന്ന് വിചാരിച്ചാണ്, വെളുപ്പിനെ ഒരു 4 o'clock 5 o'clock പോകണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടായിരുന്നു. ജോലി കഴിഞ്ഞ് വന്നിട്ടാണ് ആ കാര്യങ്ങളൊക്കെ ചെയ്തത്. ഒരു 7 o'clock ഒക്കെ ആയി. അതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പം 11-11:30 ആയി. അതുകൊണ്ട് നേരത്തെ ഇറങ്ങാനായിട്ട് സാധിച്ചില്ല. അതെ, അത് കഴിഞ്ഞിട്ടാണ് പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ഞങ്ങൾ ചെയ്തത്. ഏതായാലും ഈ സമയത്ത് ഇറങ്ങാനായിട്ട് സാധിച്ചു, അത് വലിയ കാര്യം. ഡയറക്റ്റ് അല്ല നാട്ടിലേക്ക് പോകുന്നത്, ബാംഗ്ലൂർ ഹോൾട്ട് ചെയ്തിട്ട്, ഷെറിൻ്റെ വീട്ടിൽ അവിടെ ഹോൾട്ട് ചെയ്തിട്ട് നാളെ അവിടെ നിന്ന് തിരിക്കും. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിൽ ബാംഗ്ലൂർ വരെയുള്ള കാര്യങ്ങളൊക്കെ ആയിരിക്കും ഞങ്ങൾ യാത്രയും കാഴ്ചകളൊക്കെ ആയിരിക്കും ഈ ഒരു വീഡിയോയിൽ ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. ഗൂഗിൾ മാപ്പിൽ 609 കിലോമീറ്റർ ആണ് കാണിക്കുന്നത്. ഇവിടെ നിന്ന് ബൊമ്മനഹള്ളി, ബാംഗ്ലൂർ ബൊമ്മനഹള്ളി 4 o'clock ഈവനിങ് 4 o'clock എത്തുമെന്നാണ് പറയുന്നത്. പക്ഷേ ഏതായാലും ഞങ്ങൾ സ്പീഡിലൊന്നും അല്ല, പതുക്കെ പോകത്തുള്ളൂ. അതുകൊണ്ട് മിക്കവാറും ലേറ്റ് ആകും. പതുക്കെ നിർത്തിക്കേ പോകത്തുള്ളൂ. ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു. നാട്ടിലേക്ക് പോവാണ് വയ ബാംഗ്ലൂർ. ഞങ്ങൾ നാട്ടിൽ വളരെ എക്സൈറ്റഡ് ആണ്. ഒന്നാമത് ഇത് പ്ലാൻഡ് അല്ലാത്തത് കൊണ്ട് തന്നെ ഒരു എക്സൈറ്റ്മെന്റ് കൂടുതലുണ്ട്. ഞങ്ങൾ ഒത്തിരി ഒന്നും ആലോചിച്ചിട്ടില്ല ഈ ട്രിപ്പിനെ കുറിച്ച്. പിന്നെ ഈ ഒരു വഴിയിലെ കാഴ്ചകളും അതൊക്കെ നല്ലൊരു രസമുണ്ട്. ഈ ഒരു നാട്ടിലേക്കൊക്കെ പോകുന്നതുകൊണ്ട് ഞങ്ങൾ ആക്ച്വലി പറയുവാണെങ്കിൽ ഒരു 2-2.5 വർഷം കഴിഞ്ഞിട്ടാണ് നാട്ടിലേക്ക് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഒരു യാത്ര ഞങ്ങൾക്ക്, നാടും യാത്രയൊക്കെ ഞങ്ങൾക്ക് വളരെ സ്പെഷ്യലാണ്. ഞങ്ങൾക്കൊരു എന്നാ പറയുന്നത്, നല്ലൊരു ഭയങ്കര ഒരു എക്സൈറ്റ്മെന്റ് തന്നെയാണ്. എപ്പോഴും ഈ ഒരു ORR എവിടെയെങ്കിലും സിറ്റിക്കകത്ത് പോകണമെങ്കിൽ മിക്കവാറും യൂസ് ചെയ്യുന്നതാണ്. ഈ ORR വഴിയാണ് പോകുന്നത്. അപ്പോൾ ഈ ബോർഡ്സ് ഒക്കെ കാണുമ്പോൾ ഞങ്ങൾ മിക്കവാറും പറയാറുണ്ട് അങ്ങനെയാണെങ്കിൽ ഞങ്ങൾ പോയാലോ എന്ന്. ഏതായാലും ഇന്നത് സാധ്യമാകുന്നു, ഞങ്ങൾ പോകുന്നു. ഏകദേശം 150 കിലോമീറ്റർ ഇപ്പോൾ കവർ ചെയ്തിരിക്കുന്നു. കവർ ചെയ്ത് ORRൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ NH44 കയറിയത്. കശ്മീരിൽ നിന്ന് കന്യാകുമാരി വരെ നീണ്ട് നിവർന്ന് കിടക്കുന്ന ഏകദേശം 4112 കിലോമീറ്റർ ഡിസ്റ്റൻസ് വരുന്ന NH44, അതിലേക്ക് ഞങ്ങൾ കയറി. ഇനിയിപ്പോൾ നേരെ ബാംഗ്ലൂരിലേക്ക് പോകുവാണ്. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിർത്തിയേക്കാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 150 കിലോമീറ്റേഴ്സ് ഞങ്ങൾ കവർ ചെയ്തു.
ഞങ്ങൾ കുറച്ചു നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞ് കുറച്ചു നേരം നിർത്തിയപ്പോഴത്തേക്കിനാണ് ഫ്രണ്ടിലായിട്ട് അവര് ഇങ്ങനെ ഫുഡ് കിട്ടുന്ന ഒരു സ്ഥലവും കണ്ടത്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇവിടുന്ന് കഴിച്ചിട്ടും കൂടെ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. ഇപ്പോൾ 8:35 ആയിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ കഴിക്കാനായിട്ട് ഇറങ്ങാൻ പോവാം. എന്താ വേണ്ട ഞാനുണ്ട്. ബാംഗ്ലൂർ വഴിയിൽ അങ്ങനെ തണലോ ഒന്നും കിട്ടത്തില്ല. നമ്മൾ ഈ ഹൈവേ തന്നെ, അതുകൊണ്ട് തന്നെ നമുക്ക് എവിടെയെങ്കിലും നിർത്താനാണെങ്കിൽ തന്നെ ഒരു ഇതുണ്ടാകത്തില്ല. വണ്ടിക്കകത്തും AC ഇട്ടാലും നല്ല ചൂടായിരിക്കും. അതുകൊണ്ടാണ് ഈ ഒരു സാധനം വാങ്ങിച്ചത്. അതുകൊണ്ട് കുറച്ച് കൂളിംഗ് കിട്ടുന്നുണ്ട്. ഏകദേശം 250 കിലോമീറ്റർ കവർ ചെയ്തു. അങ്ങനെ ഏതോ ഒരു സ്ഥലത്ത് ഞങ്ങൾ കൊണ്ട് വണ്ടി നിർത്തിയേക്കുവാണ്. പക്ഷെ ഞങ്ങൾ തണുത്ത ജ്യൂസും വെള്ളമൊക്കെ ഇതിൻ്റെ അകത്താണ് ഞങ്ങൾ എടുത്തത്. ഇതിൻ്റെ അകത്ത് ഐസ് ഒക്കെ ഇട്ടിട്ടാണ് എടുത്തത്. എങ്ങനെയായിട്ടുണ്ടെന്ന് അറിയത്തില്ല. ഇടയ്ക്ക് ഐസിൻ്റെ കൊച്ച കേൾക്കുന്നുണ്ട്. മിക്കവാറും വെള്ളമായിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. എന്താണെന്ന് വെച്ചാൽ വെള്ളത്തിൽ ഐസ് കിടന്ന് നീങ്ങുന്ന ഒച്ചയൊക്കെ ഉണ്ട്. ഏതായാലും നോക്കാം എങ്ങനെയുണ്ടെന്ന്. അപ്പോൾ വെള്ളമൊക്കെ കുടിച്ച് പതുക്കെ യാത്ര തുടരാമെന്ന് വിചാരിക്കുന്നു. ഞങ്ങൾ ഈ കൂളിങ്ങിൻ്റെ സാധനം വെച്ചിട്ടുണ്ട്. പക്ഷേ മൊത്തം വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഫുള്ള് ഡാർക്ക്. അതുകൊണ്ട് പ്രശ്നമാകുമെന്ന് എനിക്കറിയത്തില്ല. ഏതായാലും ഭയങ്കര ആശ്വാസമാണ്. ഇതുള്ളത് ഭയങ്കര ആശ്വാസമാണിത്. പക്ഷേ നമ്മൾ വെളിയിൽ നിന്ന് ഇങ്ങനെ നോക്കുമ്പോൾ ഒന്നും കാണാൻ പറ്റത്തില്ല അകത്തേക്ക്. ഹൈദരാബാദിൽ അത്ര ഇഷ്യൂസ് ഇല്ല. അതുകൊണ്ടാണ് ഞാനിത് മേടിച്ച് വെച്ചത്. പല ആൾക്കാരും പറഞ്ഞ അത്ര കുഴപ്പമില്ല, ലീഗലി പ്രശ്നമില്ല. പക്ഷെ നമ്മുടെ ഈ സ്റ്റേറ്റ് മാറി വരുമ്പോഴത്തേക്കിന്, ഹൈദരാബാദിൽ നിന്ന് മാറുമ്പോഴത്തേക്ക് ഒന്നാമത് വേറെ സ്റ്റേറ്റിൻ്റെ വണ്ടിയും കൂടെ കാണുമ്പം ആൾക്കാർ അൺനെസസറി ആയിട്ട് അവർ ചാർജ് ചെയ്യും. ഇല്ലാത്ത കാരണത്തിനൊക്കെ അവർ ചാർജ് ചെയ്യുകയൊക്കെ ചെയ്യും. ഞങ്ങൾക്ക് നേരത്തെ എക്സ്പീരിയൻസ് ഉണ്ട്. അതുകൊണ്ട് ഇത് മാറ്റിയാലോ എന്ന് ചിന്തിക്കുന്നു. ഒന്ന് മാറ്റി നോക്കിയപ്പോഴത്തേക്കിന് ഭയങ്കര ചൂട്. വീണ്ടും ഞങ്ങൾ തിരിച്ചു വെച്ചു. ഏതായാലും നോക്കാം, എന്തെങ്കിലും അങ്ങനത്തെ കേസ് വന്നു കഴിഞ്ഞാൽ മാറ്റേണ്ടി വരും. അപ്പോൾ നോക്കാം. ഇതിൻ്റെ അകത്ത് ഞങ്ങൾ ഇതെല്ലാം ഐസ് രാവിലെ ഞങ്ങൾ പാക്ക് ചെയ്ത് എപ്പോഴാണ് എനിക്കൊന്നൊരു 5:30 ആയപ്പോഴാണെന്ന് തോന്നുന്നു ഞങ്ങൾ വെച്ചത്. 4:35 ഒക്കെ ആയപ്പോഴും ഇതിൻ്റെ അകത്ത് പാക്ക് ചെയ്ത്. എങ്ങനെയായിരിക്കും എന്നറിയില്ല, നോക്കണം. ഞങ്ങളിങ്ങനെ ഒരു ഐസിൻ്റെ ബോക്സ്. ഇതായോ? വെള്ളമായി കാണുമോ? 2, 3. വാ, ഇല്ല, അതുപോലെ തന്നെ ഉണ്ട്. ഓ, ഞങ്ങൾ വിചാരിച്ചത് ഇത് വെള്ളമായിട്ട് ഫ്ലോട്ട് ചെയ്യുവാന്നാ വിചാരിച്ചു. ഇങ്ങനെ ഐസിന്റെ ഒച്ച ഉണ്ടായിരുന്നു. പക്ഷെ കുഴപ്പമില്ല കേട്ടോ. ഇത് മാംഗോ ജ്യൂസ് ആണ്. ഇത് ചിക്കു ആണോ? ഓ, ചിക്കു, മാംഗോ, പിന്നെ അടിപൊളി. ഇത് ഞങ്ങള് റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ട്രാവൽ നോട്ട്സിൻ്റെ അകത്ത് റീൽസ് ഇട്ടിട്ടുണ്ടായിരുന്നു. ഈ ഫ്രൂട്ട്സ് ഞങ്ങൾ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഹൈദരാബാദിലുള്ള അവിടുത്തെ സാധനമാണ്. ഹൈബ്രിഡ് അല്ല, സോറി. ഇത് അധികം കെമിക്കൽസ് ഒന്നും ഇല്ലാതെ അവർ ഫാമിങ് ചെയ്യുന്നതാണ്. ഞങ്ങൾ അവിടെ നിന്ന് മാങ്ങയും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓർഗാനിക്കാണ്. ചിക്കും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓർഗാനിക് ആണെങ്കിലും ഒത്തിരി വിലയൊന്നുമില്ല. സാധാരണ മാർക്കറ്റിൽ കിട്ടുന്നതിനേക്കാളും കുറച്ച് വിലയിലാണ്. ഇതിനകത്ത് ഷുഗർ ആഡ് ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഷുഗർ ആഡ് ചെയ്യാതെ തന്നെ ഭയങ്കര മധുരമാണ്.
ആണ് ഇവിടെ നിന്ന്. നല്ല രസമാണ്. നമുക്ക് താഴോട്ട് വരുമ്പോഴത്തേക്കും കാണത്തില്ല. ഈ റോഡിൽ നിന്ന് നല്ലൊരു കയറ്റത്തിലോട്ട് കയറുമ്പോഴായിരിക്കും കുറേ മൗണ്ടെയിൻസും ലാൻഡ്സ്കേപ്പും ഒക്കെ കാണാൻ നല്ല രസമുണ്ട്, ഭംഗിയുണ്ട് കാണാനായിട്ട്. പക്ഷെ നമ്മൾ താഴേക്ക് വരുമ്പോൾ അത് കാണാനായിട്ട് സാധിക്കത്തില്ല. പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. ഇതൊരു പ്രത്യേക ഒരു എക്സ്പീരിയൻസ് ആണ്. അത് തന്നെ ഞങ്ങൾക്ക് കൂടുതലും ഇഷ്ടം. വണ്ടിയിൽ വരുമ്പോൾ ഇങ്ങനെ മലകളും അതിൻ്റെ ഇടയിൽ കൂടെ വണ്ടിക്ക് ഇങ്ങനെ ഓടിച്ചുകൊണ്ട് ആ റോഡിൽ കൂടെ വണ്ടി ഓടിച്ചുകൊണ്ട് പോകാൻ നല്ലൊരു ഫീലാണ്. അതുപോലെ തന്നെ കുറേ കൃഷികളും. നമ്മൾ കുറച്ച് മുമ്പ് അത് ക്യാപ്ചർ ചെയ്യാനായിട്ട് പറ്റിയില്ല. ഒരു പച്ചപ്പ് പുല്ലാണെന്ന് തോന്നുന്നു. പുല്ലിൻ്റെ മേളിൽ കുറേ ആടുകളും പിന്നെ ആടിനെ നോക്കാനായിട്ട് കുറേ ആൾക്കാരും. അത് നല്ല രസമുണ്ട്, ഭംഗിയുണ്ട് കാണാനായിട്ട്. ഒന്നിങ്ങനെ കാണുമ്പോൾ റോഡിൽ നിന്ന് കാണുമ്പോൾ നല്ല രസമുണ്ട്. ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കും ഈ ഒരു വഴിയിൽ. രസമാണ്. അഞ്ച് മണിക്കൂറും കൂടെ ഉണ്ട്. 286 കിലോമീറ്ററും കൂടെ ഇനി യാത്ര ചെയ്യാനായിട്ടുണ്ട്. അങ്ങനെ പോകുന്നു ഞങ്ങൾ. പിന്നെ എന്താ പെട്രോളിൻ്റെ ആണെങ്കിലും ഞാൻ അധികം സ്പീഡിലല്ല ഓടിക്കുന്നത്. നമുക്ക് സമയമുണ്ട്, ഹരിബറി അല്ല. നമുക്ക് ഇന്ന് ഈവനിങ് ബാംഗ്ലൂർ ചെന്നിട്ട് നാളെ പോകുന്നു. അതുകൊണ്ട് നമുക്ക് സമയമുണ്ട്, റെസ്റ്റ് എടുക്കാനും ടൈമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് പതുക്കെയാണ് വണ്ടി ഓടിക്കുന്നത്. ഒരു 90, 100, മാക്സിമം 100. നമുക്ക് 120, 130 സുഖമായിട്ട് പോകാം ഈ വഴിയിൽ. പക്ഷെ നമ്മൾ ഹരിബറി അല്ല, നമ്മൾ പതുക്കെയാണ് പോകുന്നത്. അതുകൊണ്ട് തന്നെ വണ്ടിക്ക് മൈലേജും 21, 22 ഒക്കെ കാണിക്കുന്നുണ്ട് ഈ വണ്ടിക്ക്. അതിനനുസരിച്ച് ഓടിക്കുന്നത് കൊണ്ടാണ്. അപ്പം 1.2 ലിറ്റർ വണ്ടിയാണിത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് വാഗനർ 1.2, ഇതിൻ്റെ അകത്ത് 22 മൈലേജാണ് ഇപ്പോൾ കാണിക്കുന്നത്. അപ്പോൾ ഏതായാലും നമ്മളൊന്ന് ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പം എന്തെങ്കിലും കയറ്റമൊക്കെ ഉണ്ട്, നമ്മൾ ഒത്തിരി റേസ് ചെയ്യുവാണെങ്കിൽ, ഒത്തിരി കാല് കൊടുക്കുവാണെങ്കിൽ, ആക്സിലറേറ്ററെ കാല് കൊടുക്കുവാണെങ്കിൽ മൈലേജ് നന്നായിട്ട് കുറയും. ഒരു 16, 17 ഒക്കെ വരും. നല്ല രസമുണ്ട്. ആ ഒരു ഇറക്കത്തിലാണ് ഞങ്ങളിപ്പോൾ ഉള്ളത്. ആ ഒരു ലാൻഡ്സ്കേപ്പ് കാണാൻ നല്ല ഭംഗിയുണ്ട്. നൈസ്. അപ്പോൾ അവിടെ വഴിയുണ്ട്, നേരെ എന്നിട്ട് തിരിഞ്ഞ് വഴി പോകുന്നുണ്ട്. അപ്പോൾ പറഞ്ഞു വന്ന പോലെ വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത്, ലോങ് പോകുന്ന സമയത്ത് ഒത്തിരി ആക്സിലറേറ്റർ കൊടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ മൈലേജും കിട്ടത്തില്ല. അങ്ങനത്തെ പ്രശ്നമുണ്ട്. നമ്മളൊരു കോൺസ്റ്റൻറ്റ് സ്പീഡിൽ തന്നെ പോയാൽ മതി. എങ്ങും നിർത്താതെ ഒരു കോൺസ്റ്റൻറ്റ് സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്ത് അധികം ആക്സിലറേറ്റർ കൊടുക്കാതെ പോയി കഴിഞ്ഞാൽ കയറ്റമൊക്കെ വരുമ്പോൾ കൊടുക്കണം. അതുപോലെ തന്നെ ഇറക്കം വരുമ്പോൾ കുറച്ച് അത്രയും കൊടുക്കല്ലേ, ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് കൊടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ ആ സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാനും പറ്റും, നമുക്ക് അത്ര മൈലേജും കിട്ടും. എപ്പോഴും വണ്ടികൾക്ക് അങ്ങനെയാണല്ലോ സാധാരണ. എപ്പോഴും എല്ലാവരും പറയുന്ന മൈലേജ് കിട്ടത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഡ്രൈവിംഗ് രീതി കൊണ്ടാണ്. കറക്റ്റ് നമ്മൾ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ, ഗിയർ ഷിഫ്റ്റ് ചെയ്തില്ലെങ്കിൽ, അല്ലെങ്കിൽ ആക്സിലറേറ്റർ കൊടുക്കുന്ന രീതി കറക്റ്റ് അല്ലെങ്കിൽ അങ്ങനെ മൈലേജ് കിട്ടാതെ വരും. അപ്പം ഏതായാലും എനിക്ക് വണ്ടി മേടിച്ച സമയത്ത് മൈലേജ് ഇല്ലായിരുന്നു. ഇപ്പോഴാണ് വണ്ടിക്ക് മൈലേജ് കിട്ടി തുടങ്ങിയത്. ഇപ്പോഴല്ല, ഒരു 10-15,000 കിലോമീറ്റർ കഴിഞ്ഞ് കിട്ടി തുടങ്ങിയായിരുന്നു. മലയുടെ മേളിൽ നല്ല രസമുണ്ട്. അതെനിക്ക് എന്തോ പണി നടക്കുന്നുണ്ടെന്ന് തോന്നുന്നു. അവിടെ പച്ചപ്പും അവിടെ ഇത് മണ്ണും കല്ലോ ഏതാണ്ടൊക്കെ കൂട്ടിയിട്ടിട്ടുണ്ട്. എന്തോ പണി നടക്കുന്നുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. ഇതൊക്കെ ഒരു ഭയങ്കര ഒരു എക്സ്പീരിയൻസ് ആണ്. നമ്മൾ ഈ വണ്ടി ഓടിച്ചു വരുമ്പോൾ ഇതൊക്കെ കാണാനും എല്ലാം നല്ലൊരു ഭംഗിയും ഒരു ഫീലാണ്. അങ്ങനെ നമ്മുടെ ആക്ച്വലി ഞാൻ പറഞ്ഞ പോലെ നമ്മൾ ഇറങ്ങി വരുമ്പം നമുക്ക് നന്നായിട്ട് ഈ ലാൻഡ്സ്കേപ്പും എല്ലാം കാണാം. പക്ഷെ താഴോട്ട് വന്നു കഴിഞ്ഞാൽ ലാൻഡ്സ്കേപ്പ് താഴോട്ട് വന്നാലും വലിയ വണ്ടിയാണെങ്കിൽ കാണാൻ പറ്റത്തില്ല. എന്നാലും ഈ സൈഡിലുള്ള കാര്യങ്ങളൊക്കെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കുറച്ചും കൂടെ കൂടുതൽ കാണാനായിട്ട് പറ്റും. സാധാരണ നമ്മൾ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ സൈഡിലെ കാര്യങ്ങളൊക്കെ കാണാൻ പറ്റും. കാറിലിരുന്ന് നമ്മൾ സൈഡിലോട്ട് നോക്കിക്കഴിഞ്ഞാൽ അടുത്തുള്ള ചെറിയ ചെടികൾ അല്ലെങ്കിൽ സൈഡിലുള്ള ബാരിക്കേഡൊക്കെയാണ് നമ്മൾ കൂടുതലും ഒബ്സ്റ്റക്കിൾസ് ഉണ്ടാവും. അതുകൊണ്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കില്ല. പക്ഷെ ബസ്സിലാണെങ്കിൽ നമ്മൾ പൊക്കത്തിൽ നിന്ന് കാണുന്നതുകൊണ്ട് ആ ഒരു പെർസ്പെക്റ്റീവ് തന്നെ എൻ്റയർലി ഡിഫറെൻ്റ് ആയിരിക്കും.
136 കിലോമീറ്ററും കൂടി ഇനിയുണ്ട്. 4.5 മണിക്കൂറാണ് കാണിക്കുന്നത്. ഞങ്ങളിവിടെ ഹൈവേയുടെ സൈഡിലായിട്ട് ഒരു ഹൈദരാബാദ് പബ്ലിക് സ്കൂളുണ്ട്. അതിൻ്റെ സൈഡിലോട്ട് തന്നെ ഹൈവേയിൽ നിന്ന് കുറച്ച് ഇറങ്ങിയിട്ട് ഞങ്ങൾ ഇവിടെ കുറേ പ്ലോട്ട് തിരിച്ച് ഇവിടെ വിൽക്കുന്ന എന്തോ സ്ഥലമാണെന്ന് തോന്നുന്നു. കുറച്ച് പ്ലോട്ടായിട്ടൊക്കെ കിടക്കുക. അവിടെ ബെഞ്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇവിടെ ഇരുന്ന് ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ട് പിന്നെ ഞങ്ങളൊരു ടോൾ പ്ലാസയുടെ അടുത്തെത്തി. ഇപ്പോൾ ഏകദേശം ഒരു 4-5 ടോൾ കഴിഞ്ഞിട്ടുണ്ട്. എത്രയാണെന്നുള്ളത് ലാസ്റ്റ് ഞങ്ങൾ പറയുന്നതായിരിക്കും. എല്ലാം നോക്കണം, എങ്ങനെയാണെന്ന് അറിയത്തില്ല. ഇത് കയറി കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞിട്ടേ ഫോണിൻ്റെ അകത്ത് അറിയാൻ പറ്റത്തുള്ളൂ എത്ര രൂപ ചാർജ് ചെയ്തെന്നുള്ള. നമ്മൾ ആന്ധ്രാപ്രദേശ് ക്രോസ് ചെയ്ത് കർണാടകയിലോട്ട് കയറിയതേ ഉള്ളൂ. ഇനി ഏകദേശം 110 കിലോമീറ്റർ ആണ് ബാംഗ്ലൂരിലേക്കുള്ളത് കാണിക്കുന്നത്. പക്ഷേ 110 കിലോമീറ്ററിന് 2 മണിക്കൂർ 40 മിനിറ്റ് ആണ് കാണിക്കുന്നത്. ഇനി വീണ്ടും കൂടുമായിരിക്കും. നമ്മളത് ബാംഗ്ലൂർ കയറി കഴിഞ്ഞാൽ നല്ല ബ്ലോക്ക് ഉണ്ടാവും. അതുകൊണ്ട് ഇനിയും കൂടാനായിട്ട് ചാൻസ് ഉണ്ട്. ഏതായാലും ഈ സമയം കുറച്ച് ലേറ്റായി പോയി. ഇടയ്ക്ക് ചെറുതായിട്ടൊന്നൊരു ക്ഷീണമൊക്കെ ഉണ്ടായപ്പം ഒന്ന് മയങ്ങി കുറച്ച് നേരം. വണ്ടി ഒന്നും അധികം നേരം ഇല്ല, ഒരു 10-20 മിനിറ്റ് അങ്ങനെ. പിന്നെ അതിന് മുൻപാണെങ്കിലും കുറച്ച് സമയം കുറേ വർക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് വണ്ടി നിർത്തേണ്ടി വന്നു. അതുകൊണ്ട് കുറച്ച് ലേറ്റായി പോയി. വെള്ളം കയറിപ്പോയതാണോ? ഇതെന്താ ഗേറ്റ് പോലെ? അയ്യോ, വെള്ളം കയറിപ്പോയതാടി. വെള്ളം കയറിപ്പോയത് ഇതല്ലേ, ഇത് പകുതിയേ ഉള്ളൂ. ഇവിടെ ഈ ഭാഗത്ത് കുറേ കൃഷികളുണ്ട്. നല്ല രസമുണ്ട് കാണാനായിട്ട്. മറ്റേ ഇത് മുന്തിരിത്തോട്ടവും അതുപോലെ തന്നെ പൂക്കൃഷിയും അങ്ങനത്തെ കുറേ കൃഷികൾ ഈ ഭാഗങ്ങളിലുണ്ട്. സൂപ്പറാണ് കാണാനായിട്ട്. ഏതായാലും വണ്ടി നിർത്തുന്നില്ല. ഇനി നിർത്തി കഴിഞ്ഞാൽ ഓൾറെഡി കുറെ ലേറ്റ് ആയി. അതുകൊണ്ട് ഇനി നിർത്തി കഴിഞ്ഞാൽ വീണ്ടും ലേറ്റ് ആവും. അതുമല്ല നല്ല മഴയുണ്ട്. ദേവനഹള്ളി ടോൾ ഗേറ്റിന്റെ അവിടെയാണ്. ഇനി ഞങ്ങൾക്ക് ഒരു 37 കിലോമീറ്റേഴ്സേ ഉള്ളൂ. പക്ഷെ 1.5 hours എടുക്കും. ഇതിപ്പോഴും തണുത്ത് തന്നെ ഇരിക്കുന്നത്. ഇപ്പോൾ വീടിന്റെ അടുത്തെത്തി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടോൾ എല്ലാം കൂടെ കൂട്ടി നോക്കിയപ്പം ഏകദേശം 810 രൂപയാണ് ഹൈദരാബാദ് ടു ബാംഗ്ലൂർ വരെ ആയത്. ഏകദേശം 610 കിലോമീറ്റർ ആണ് വണ്ടി ഓടിച്ചത്. ഞങ്ങളൊരു 5:30 കഴിഞ്ഞപ്പോൾ സിറ്റിക്കകത്ത് കയറി. പക്ഷെ ഇവിടെ എത്തിയപ്പോഴത്തേക്കിന് ഇപ്പോൾ ഏകദേശം 8 മണി ആകുന്നുണ്ട്. നൈറ്റ് ടൈം ആയത് വീക്ക് ഡേയും കൂടെയാണ്. അതുപോലെ തന്നെ ഈ ഒരു സമയം കൂടെ ആയതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു. മഴ ആയതുകൊണ്ട് ട്രാഫിക് ഉണ്ടായിരുന്നു. നാളെ ഞങ്ങൾ മോർണിംഗ് കോട്ടയത്തേക്ക് പോകാനായിട്ടാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയിൽ ബാംഗ്ലൂർ ടു കോട്ടയം വീഡിയോ ആണ് ഞങ്ങൾ അടുത്തത് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വാച്ച് ചെയ്യുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻസിൽ നിങ്ങൾക്ക് രേഖപ്പെടുത്താവുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.